IELTS ജർമ്മൻ OET PTE കോഴ്സുകളിൽ 3000-ലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് 14ാം വാർഷികത്തിലേക്ക് ബാമാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് വർഷങ്ങളായി സൂപ്രണ്ടില്ലാത്തത്, അതുപോലെ അസൗകര്യങ്ങൾ, അതായത് 1000-ഓളം രോഗികൾ വരുന്ന മലപ്പുറം പാലക്കാട് ജില്ലയിൽ നിന്നായിട്ട് 1000-ഓളം രോഗികൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. ഈ പുതിയ ബ്ലോക്ക് നിർമ്മിച്ച് 6 വർഷം കഴിഞ്ഞു. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ പെട്ടെന്ന് 5 രൂപയുണ്ടായിരുന്ന പാർക്കിംഗ് ഫീസ് ടൂ വീലറൊക്കെ 15 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. 5 രൂപ ടോക്കൺ കൊടുത്ത് ഇവിടെ ചികിത്സ തേടി വരുന്ന സാധാരണക്കാരായ രോഗികൾക്ക് അതൊരു വലിയ ഇരുട്ടടിയാണ്. അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അവരുടെ നിവേദനത്തിൽ ആവശ്യമുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി ാക്കി മാറ്റിയെന്നാണ് നേരത്തെ തന്നെ ഡോക്ടർമാരും HMC അംഗങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചികിത്സ തേടി വരുന്നവർ പിന്നെ മരുന്നിന് വേണ്ടി അപ്പുറത്തെ ബ്ലോക്കിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. ലാബ് സൗകര്യങ്ങൾ, ഫാർമസി സൗകര്യങ്ങൾ ഇതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. കുടിവെള്ള ശുദ്ധജല ലഭ്യത കുറവ്, ഇതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ശരിക്കും എല്ലാ കാര്യങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തുന്ന മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ഈ ഒരു ആവശ്യവുമായി ഡോക്ടർ ഷീന ലാൽ പുതിയ ആശുപത്രി സൂപ്രണ്ടിനെ സന്ദർശിച്ചു. അതുകൂടാതെ RMO ഡോക്ടർ ദീപക് കെ വ്യാസിനെ സന്ദർശിച്ചു. അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അവർ കൃത്യമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗാണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. അവർക്ക് പോലും ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, ഭരിക്കുന്നത് ആരാണെന്നത് ഞങ്ങളുടെ വിഷയമല്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ശക്തമായി ഇടപെടും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നാണ് അവർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളാണ് നമ്മോടൊപ്പം ഉള്ളത്. KM ഫത്താഹ്, സുൽഫിക്കർ അലി, നജ്മുദ്ദീൻ ഉനൈസ് കക്കൂത്ത്, പിന്നെ നിഷാദ് കുറ്റിപ്പുള്ളി, സാലിഹ് അമ്മിനിക്കാട്, മൂസ പാതായിക്കര, KM റാഷിദ്, ഇവരൊക്കെ ശക്തമായി ഓരോ വിഷയങ്ങളിലും ഇടപെടുന്ന ആളുകളാണ്. അത് ഏത് വിഷയങ്ങളിലായാലും അത് വ്യക്തമായി ഇടപെട്ടിട്ട് അതിന് പരിഹാരമുണ്ടാക്കുന്നവരാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറിയാണ് അല്ലേ. അതായത് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് പോലെ തന്നെയാണ് ഈ വിഷയത്തിലും. ഇതിനും നിങ്ങൾ പരിഹാരം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സൂപ്രണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ മേലധികാരികൾ, ജില്ലാ പഞ്ചായത്ത്, HMCക്കൊക്കെ ഈ നിവേദനം കൈമാറുമെന്ന്, ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കൃത്യമായി നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനോട് കൂട്ടി പറയേണ്ട ഒരു വിഷയമുണ്ട്. നിലവിൽ ഈ ജില്ലാ ഹോസ്പിറ്റൽ ഇതാക്കി ഉയർത്തിയെങ്കിലും അതൊരു പേപ്പർ ആയി എന്നല്ലാതെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫ് പാറ്റേണാണ് നിലവിലുള്ളത്. അത് കൃത്യമായി നമ്മൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വിസിറ്റിങ്ങിലൊക്കെ നമ്മളും അതുപോലെ തന്നെ ഇവിടുത്തെ HMCയും ജില്ലാ പഞ്ചായത്തും ഒക്കെ അറിയിച്ചതാണ്. പക്ഷേ അതിനൊന്നും ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടിട്ടില്ല. അതൊക്കെ ഒരു ഭാഗത്തുണ്ട് എങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇവിടെ കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ അത് അധികാരികളുടെ മുന്നിൽ അറിയിക്കുക എന്നുള്ളതും അതിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മൾ ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം കൊണ്ട് ഈ ജില്ലാ ഹോസ്പിറ്റൽ ഇപ്പോഴും താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫ് പാറ്റേണിൽ നിന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടൊരു വിഷയമാണ്. അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വന്നത് അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടെ കുറേ കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്, അതൊക്കെ പരിഹരിക്കും, ആരോഗ്യവകുപ്പ് പ്രത്യേക ഇടപെടൽ നടത്തുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ അക്കാര്യത്തിലും കൂടി ജനങ്ങൾ നിങ്ങളുടെ പ്രതികരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് പ്രതികരണം? നമുക്കറിയാം 3 വർഷത്തോളമായി ഇവിടെ കൃത്യമായിട്ട് സൂപ്രണ്ടില്ല. നേരത്തെ സൂപ്രണ്ടിനോട് സംസാരിച്ച് നമ്മൾ പല വിഷയങ്ങൾക്കും ഇവിടെയൊക്കെ ബന്ധപ്പെടുന്ന ആളുകളാണ്. 3 വർഷമായിട്ട് ഇവിടെ കൃത്യമായിട്ടൊരു സ്ഥിരം ഒരു ഫുൾ ചാർജുള്ള ഒരു സൂപ്രണ്ട് ഇല്ല എന്നുള്ളത് തന്നെ ഗവൺമെൻറ്റിന്, നിലവിലുള്ള സംസ്ഥാന സർക്കാരിന് ഈ ജില്ലാ ഹോസ്പിറ്റലോടിനുള്ളൊരു നയം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. വിവേചനം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ വന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ചയ്ക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ അവിടെ പോയി ചർച്ച ചെയ്തു. അപ്പോഴും ഈ വർഷം ഒരു 5ഓ 6ഓ സിറ്റിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞ ഉറപ്പുകൾ ഇന്നേ വരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഇവിടുത്തെ ഹോസ്പിറ്റലും ഇവിടുത്തെ ജനങ്ങളോടും ചെയ്യുന്നൊരു ക്രൂരത തന്നെയാണ്. അതായത് താലൂക്ക് ആശുപത്രി ആയിരുന്ന ഒരു ആശുപത്രിയെ
ഇരുട്ടി വെളുക്കുമ്പോഴും ജില്ലാശുപത്രിയാക്കി മാറ്റി. അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ അതെങ്ങനെ ഒരുക്കുമെന്നൊന്നും മുന്നൊരുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇക്കാര്യത്തിലൊക്കെ മുസ്ലിം യൂത്ത് ലീഗ് മറ്റുള്ള യുവജന സംഘടനകൾ ഒരുപക്ഷെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് LDF സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് തന്നെ UDF യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സ്വത്ത് ക്ഷണിക്കലുകൾ, നിവേദനങ്ങൾ കൊടുത്തത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പെരിന്തൽമണ്ണക്കാർ പ്രത്യേകം ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ ആശുപത്രിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, മറ്റുള്ള ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ എത്രയും പെട്ടെന്ന് അടിയന്തര അടിയന്തര ജാഗ്രത കാണിക്കണമെന്നാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. ഇവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇനി നീണ്ടുപോയാൽ ഒരുപക്ഷെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നേരത്തെ സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ഇത്തരം വലിയ സംഭവങ്ങളൊക്കെ എൻ്റെ തലയിൽ കൊണ്ടുവച്ചാൽ ഞാനിവിടെ നിന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും ഓടിപ്പോകുമെന്നൊക്കെ പറയുക. അത്രയും ഒരവസ്ഥ ഈ ജില്ലാ ആശുപത്രിക്ക് ഉണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ശരിയല്ലേ? ഒരു ആശുപത്രിയിൽ സൂപ്രണ്ട് പറയുക, എന്നെ നിങ്ങളെല്ലാവരുടെയും വന്ന് എനിക്ക് ഓവർ സ്ട്രെസ് തന്നാൽ ഞാൻ ഈ ജില്ലാ സൂപ്രണ്ട് സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ പോകുന്നൊക്കെ, അതൊക്കെ ഒരു വല്ലാത്തൊരു പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആശുപത്രിയിൽ അത്രയും പ്രശ്നങ്ങളുണ്ടെന്നാണ് അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾക്കൊപ്പം ഈ യൂത്ത് ലീഗിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കൊപ്പം ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.